2024 സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ വർഷം ഏതാണ്? ഉത്തരം 1997 ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയെ ചർക്ക പരിചയപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഗംഗാബൻ മജുംദാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ജൂലിയസ് നരേര. അടുത്ത ക്വസ്റ്റ്യൻ, മഹാദേവ ദേശായിയുടെ ഡയറി കുറിപ്പുകളിൽ ഗാന്ധിയോടൊപ്പമുള്ള കാലം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഡേ ടു ഡേ വിത്ത് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉത്തരം നവജീവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയുടെ കണ്ണട, ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം വിജയ് മല്യ. അടുത്ത ക്വസ്റ്റ്യൻ, 1931 സെപ്റ്റംബർ 22 കാനിങ് ടൗണിലുള്ള ഡോക്ടർ സുനിലാൽ കത്യാലിൻ്റെ വസതിയിൽ വെച്ച് ഗാന്ധിജി കണ്ട ലോകപ്രശസ്ത വ്യക്തി ആരാണ്? ഉത്തരം ചാർലി ചാപ്ലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ നയിച്ച ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹം ഉൾപ്പെടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ആൻസർ 32 പേർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓർലാൻഡോ മൊസാട്ടോ എന്ന പേരിൽ ജർമ്മനിയിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓർലാൻഡോ മൊസാട്ടോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം PC റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാമാന എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം ബിപിൻ ചന്ദ്രപാൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണി. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ INC പ്രസിഡന്റ് ആരാണ്? ഉത്തരം ജോർജ് യൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം റാഷ് ബിഹാരി ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ പാർപ്പിച്ച ജയിൽ ഏതാണ്? ഉത്തരം പൂനെയിലെ അഗാഖാൻ പാലസിലാണ് ഗാന്ധിജിയെ പാർപ്പിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മാനന്തവാടി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാക കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു? ഉത്തരം ദേശീയ പതാക കമ്മിറ്റിയുടെ കൺവീനർ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന കപ്പലിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം SS ആസാം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്തവരെ അടച്ച ജയിൽ ഏതായിരുന്നു? ഉത്തരം യർവാദ ജയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരാൻ സാഹചര്യമൊരുക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി.
അടുത്ത ക്വസ്റ്റ്യൻ, 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവത്തിൽ ഇന്ത്യക്കാരായ 52 ദേശീയവാദികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച അഭിഭാഷകൻ ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ലണ്ടനിൽ നിന്നും മടങ്ങവേ 1909 കപ്പലിൽ വെച്ച് മാതൃഭാഷയായ ഗുജറാത്തിയിൽ 2 കൈകൾ കൊണ്ടും മാറി മാറി എഴുതിത്തീർത്ത ഗ്രന്ഥം ഏതായിരുന്നു? ഉത്തരം ഹിന്ദ് സ്വരാജ്. അടുത്ത ക്വസ്റ്റ്യൻ, റാം മുഹമ്മദ് എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം ഉദ്ധം സിംഗ് ആണ് റാം മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ മാത്രം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 2089 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം എത്ര ദിവസം ജീവിച്ചിരുന്നു? ഉത്തരം 168 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, 1911 നടന്ന INC സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ദേശീയഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഈ സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ഉത്തരം കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തി ആരായിരുന്നു? ഉത്തരം അബ്ബാസ് തയാബ്ജി.